ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഹാരിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ശേഷം ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയേ. അതാണ് വീഡിയോസൊന്നും ഇടാത്തത്. എൻ്റെ ഹാരിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിനായി ഒരു പാക്കറ്റ് അട നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റി മാറ്റി വെച്ചേക്കുന്നുണ്ട്. 1 കിലോ ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പാക്കറ്റ് ചവ്വരി തിളച്ച വെള്ളത്തിലിട്ട് അതും ഒന്ന് വേവിച്ച് മാറ്റി വെച്ചേക്കുന്നുണ്ട്. പിന്നെ തേങ്ങ 3 തേങ്ങ തിരുകി അതിൻ്റെ 1-ാം പാല് 2-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ടതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് വഴറ്റിയ ശേഷം അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ഒന്ന് വഴറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ബാക്കി വരുന്ന ശർക്കര വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ടാണ് നമ്മളതിലൊഴിച്ച് വറ്റിച്ചെടുക്കുന്നത്. ലാസ്റ്റ് അതെല്ലാം നല്ലവണ്ണം കുറുകി ആ കളറെല്ലാം അതിലേക്ക് പിടിച്ച്, അതായത് ആദ്യം നല്ല വെള്ള കളറായിരുന്നു, പിന്നെ അതിന് ശർക്കര എല്ലാം അതിലേക്ക് പിടിച്ച് നല്ല കുറുകി വന്നപ്പോഴത്തേക്കും ശർക്കരയുടെ കളറായിട്ടുണ്ട് പായസത്തിൽ. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ 2-ാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൈതോരാതെ വഴറ്റുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ഇടേണ്ട. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി അതിന് ശേഷം സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 3-4 ഏലക്ക തല്ലി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നട്ട്സും കിസ്മിസും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഈ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഈ വറുത്തെടുത്ത നട്ട്സും കിസ്മിസും ഇട്ട് കൊടുത്ത് സെർവിങ് ബൗളിൽ വിളമ്പി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.